ആഗ്രഹമുള്ളതെന്തോ ഒന്ന് കൊതിച്ചേക്കണം എന്ന് പറഞ്ഞു. ആഗ്രഹമുള്ളത് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് വിചാരിച്ചോളൂ, ഞാൻ തരാം പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ആഗ്രഹിക്കുക? തമന്ന, ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. പോവുകയാണ് അള്ളാഹുവിന് വേണ്ടി വാളേന്തി ത്യാഗം. ആ വാളിനാൽ വെട്ടുകയോ വെട്ടപ്പെടുകയോ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. നല്ല ചൂടുള്ള കാലത്ത്, അത്യുഷ്ണമുള്ള കാലത്ത് സുന്നത്ത് ഗൽഭനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചോളൂ എന്ന ആളുകളോട് പറഞ്ഞ മഹാനുഭാവൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് നോക്കേണ്ടേ? അച്ചമന്ന, ഞാൻ കൊതിക്കുകയാണ്, ലൗ അന്ന ഹാദിഹി ദാരിൽ മംലൂഅ ലൗ അന്ന ഹാദിഹി ദാർ, ഈ വീട് മുഴുവനും മംലൂഅ ബിരിജാലിൻ മിസ്ല അബി ഉബൈദ അസ്തഅമിലുഹും ഫീ ത്വാഅത്തില്ലാഹ്. എന്റെ ഈ വീട് നിറയെ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നല്ല ഒന്നാം നമ്പർ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ എനിക്ക് അല്ലാഹു വീട് നിറയെ നൽകുകയാണെങ്കിൽ അവരെ മുഴുവനും ഈ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. എനിക്ക് അവരാവശ്യമുണ്ട് ദീനിന്. അത്തരം ചെറുപ്പക്കാരെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതാണ് കൊതിച്ചു പോകുന്നത്. എന്റെ വീട് നിറയെ അബൂ ഉബൈദയെ പോലെ റളിയല്ലാഹു അൻഹുവിനെ പോലെ കുറച്ച് ചുറുചുറുക്കുള്ള ആളുകൾ വേണം. എന്നിട്ട് ഞാൻ അവരെയൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അവരെ കൊണ്ട് ഈ ദീനിനെ അള്ളാഹു ശക്തിപ്പെടുത്തണം. അതാണ് എന്റെ ജീവിതത്തിന്റെ അഭിലാഷമെന്ന് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു വലിയ ആഗ്രഹം. ഞാൻ ചോദിക്കണോ, നിങ്ങൾ എന്താ ആഗ്രഹിച്ചത്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ ചാൻസ് ഉണ്ടല്ലേ? രണ്ടാൾക്ക് ഒന്ന് കൈപൊക്കിയിട്ട് കാര്യമായൊരു പറയാൻ പറ്റുന്ന ഒരു ആഗ്രഹം മനസ്സിൽ വന്നോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഒന്ന് രണ്ടാൾക്കൊക്കെ ഒന്ന് കൈപൊക്കിയാൽ ഞാൻ പറയാം. ആരാണ്? അള്ളാഹുടെ ഉസ്താദാണ്. ഉറക്കെ പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ റസുഖ്നൽ ജന്ന, പടച്ചവനെ നമുക്ക് സ്വർഗം നൽകണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗം കൊതിച്ചോ? അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഇവിടെ കൊതിച്ചോ? ഇതിനിടയ്ക്ക് ഉള്ളത് പറഞ്ഞാൽ മതി, ഉണ്ടാക്കി പറയരുതേ. ഉംറക്ക് പോകാനും മാതാപിതാക്കളുടെ കൂടെ അങ്ങനെ ഒരു നല്ല മരണം സംഭവിക്കാനുമുള്ള ആഗ്രഹം. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഉഷാറാണ്. പിന്നിപ്പോ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. അത്രയും നല്ല നല്ല ആഗ്രഹങ്ങൾ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയെ സംബന്ധിച്ചാണ് സ്വഹാബികൾ ചിന്തിക്കുന്നത്. ഇപ്പോഴാണ് മഹാനായ റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, വല്ല റബീഅ, ആഗ്രഹിച്ചോളൂ, കൊതിച്ചോളൂ, എന്താണ് വേണ്ടത്? റബീഅ തങ്ങൾ കൊതിച്ചു. നമ്മുടെ സദസ്സിലെ ഒരു പണ്ഡിതൻ ഉസ്താദ് കൊതിച്ച പോലെ തന്നെ മഹാനായ റബീഅത്തുൽ അസ്ലമി തങ്ങളാ പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. എന്റെ ആഗ്രഹം അതാണ്, എന്റെ ആഗ്രഹം അതാണ്. തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക്, വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ലാ യാ റസൂലല്ലാഹു വദാക്, സ്വർഗം വേണം നബിയെ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഇരിക്കാൻ അവസരം വേണം. അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ സഹായിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആഗ്രഹങ്ങളാണ്. സമന്ന ഉമർ തങ്ങൾ ആഗ്രഹിച്ചത് നല്ല ചെറുപ്പക്കാർ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ. ഇത്തരം ചെറുപ്പക്കാർ, ദീനിന് വേണ്ടി പ്രഗത്ഭരായ ആളുകൾ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ സുസജ്ജരായ ഒരു സമൂഹം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുകയാണെങ്കിൽ അതൊരു വലിയ വിജയമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ നമ്മിൽപ്പെട്ടവനാണ്, അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ് സൽമാൻ എന്ന് പേർഷ്യക്കാരനായ, അറബി പോലും സംസാരിക്കാൻ അറിയില്ലാതിരുന്ന, പിന്നീട് മദീനയിൽ വന്ന് അറബി പഠിച്ച മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, മഹാനവറുകളാണ്. പേർഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും മഹിതമായ ഒരു മൂല്യം അല്ലാഹുവിന്റെ റസൂലിനും സ്വഹാബിമാർക്കും ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ കൈമാറുന്നത്. മഹാനായ സ്വഹാബിയാണ് നബിയെ,
മദീന ആക്രമിക്കപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് മദീനയ്ക്ക് ചുറ്റും നമുക്ക് ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത്, വിജനമായ പ്രദേശത്ത്, പർവ്വതങ്ങളില്ലാത്ത ഭാഗത്ത് നമുക്ക് കിടങ്ങു കുഴിക്കണം എന്ന് പറഞ്ഞ് നബി തങ്ങൾക്ക് നിർദ്ദേശവും സ്വന്തം അഭിപ്രായവും രേഖപ്പെടുത്തുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങളൊരു മീറ്റിംഗ് കൂടിയെന്ന യുദ്ധം നടക്കാൻ പോകുമ്പോൾ എല്ലാ സ്വഹാബികളും എത്തി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു എഞ്ചിനീയർ സ്ഥലം കാണാൻ നോക്കുന്ന പോലെ മലമുകളിലൂടെ നടക്കുകയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അന്ന് മീറ്റിംഗിനെത്തിയിട്ടില്ല. നബി തങ്ങൾ ചോദിച്ചു, സൽമാനെ നിങ്ങൾ എവിടെയായിരുന്നു? നബിയെ, ഞാൻ മലമുകളിലൂടെ നടന്നു നോക്കുകയാണ്. ശത്രുക്കൾ ഏത് ഭാഗത്തിലൂടെയാണ് മദീനയെ ആക്രമിക്കാൻ വരുന്നത്? എവിടെയാണ് മദീനക്ക് അഭയം കൊടുക്കേണ്ടത്? മദീനയെ സംരക്ഷിക്കേണ്ട പ്രദേശം എവിടെയാണ്? ഏത് ഭാഗത്താണ് മദീനക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത്? നോക്കുമ്പോൾ നബിയെ, ഒരു ഭാഗം നമുക്ക് കിടങ്ങ് കുഴിച്ച് സംരക്ഷിക്കണം, മറുഭാഗത്ത് മലകളാലും വീടുകളാലും നമുക്ക് സംരക്ഷണമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു എഞ്ചിനീയറിംഗിന്റെ കഴിവുപയോഗിച്ചുകൊണ്ട് ഹബീബിനെയും ദീനിനെയും സഹായിച്ച സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അത്തരം ചില എഞ്ചിനീയേഴ്സ് ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയേ, നമുക്കിവിടെ ഇറങ്ങുകയല്ലേ? ആ വെള്ളത്തിനരികത്ത് ഇറങ്ങുകയല്ലേ നമുക്ക്? എന്നിട്ട് ആ വെള്ളം, ബദറിലെ കിണർ, അത് നമ്മൾ കൈയടക്കണം, അത് ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തുകൂടാ. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനും ഒരു നിർദ്ദേശം നൽകുന്നത്, സാരോപദേശം നൽകുന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെയുള്ള ആ ഹുദൈബിയ സന്ധി നമ്മൾ കേട്ടതാണ്. വിശദമായ സന്ധിയുടെ ആ കരാറിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലും അവരും ഒപ്പുവെക്കുന്നത് 10 വർഷത്തേക്കിനി നമ്മൾ തമ്മിൽ യുദ്ധമില്ല. 10 വർഷക്കാലത്തിനിടക്ക് മദീനയിലേക്ക് ഏതെങ്കിലും ഒരാൾ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനത്തേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം എന്ന നിബന്ധനയുണ്ടതിൽ. എന്നാൽ മദീനയിൽ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് ഏതെങ്കിലും ആളുകൾ മടങ്ങി വരികയാണെങ്കിൽ അവരെ ഞങ്ങൾ അവിടെ പിടിച്ചുവെക്കുമെന്ന് പറഞ്ഞു ഖുറൈശികൾ. എല്ലാറ്റിനും ശരി, ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാർ അംഗീകരിക്കുകയാണ്. കരാർ അംഗീകരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചത് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഖുറൈശികളുടെ ഒരു നേതാവുമായിട്ടാണ്. ആ സമയത്ത് കരാറങ്ങ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരുന്നു അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ. ഓടി വന്നുകൊണ്ട് പറയുന്നു, നബിയേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ മുസ്ലിമാണ് നബിയേ, എന്നെ സ്വീകരിക്കണം നബിയേ, ഞാൻ അങ്ങയോടൊപ്പം മദീനയിലോട്ട് വന്നോട്ടെ. ആരായി സുഹാബി എന്നറിയണേ? നബി തങ്ങൾ ആരുമായിട്ടാണോ കരാർ ഒപ്പുവെച്ചത് ആ സുഹൈൽ ഇബ്നു അംർ എന്ന മനുഷ്യന്റെ മോനാണ് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പ മകനടിക്കാൻ തുനിഞ്ഞു, അബൂജന്ദൽ എന്നവരെ ആക്രമിക്കാൻ തുനിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ഹബീബേ, ഞാൻ വരട്ടെയോ മദീനയിലേക്ക്? യാ മഅ്ശറൽ മുസ്ലിമീൻ അതറുദ്ദൂനനി ഇലാ അഹ്ലി ശിർക്ക് ഫയഫ്തിനൂനനി. നിങ്ങൾ എന്നെ മക്കയിലേക്ക് തിരിച്ചയക്കുകയാണോ? മക്കയിലേക്ക് തിരിച്ചയക്കുകയാണോ? അവരെന്റെ ദീനിൽ എന്നെ ഫിത്നയാക്കും. നിങ്ങൾ എന്നെ മക്കയിലേക്ക് തിരിച്ചയക്കല്ലിൻ, മദീനത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോവണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂജന്ദലേ, നിങ്ങൾ കേട്ടില്ലയോ, നമ്മളൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കരാർ പ്രകാരം നിങ്ങളെ ഞങ്ങൾ മക്കയിലേക്ക് തിരിച്ചയക്കണം. ആ കരാറ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അബൂജന്ദലേ, ഞങ്ങൾ നിസ്സഹായരാണ്. അബൂജന്ദലേ, ഇസ്ബിർ വഹ്തസിബ്, നിങ്ങൾ ക്ഷമിക്കണം, അല്ലാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുക. ഫഇന്നല്ലാഹ ജാഇലുൽ ലക വലിമൻ മഅക മിനൽ മുസ്തദ്അഫീന ഫറജൻ വമഖ്റജാ. നിങ്ങൾക്കും കൂടെയുള്ള ആളുകൾക്കും അല്ലാഹു നിങ്ങൾക്ക് വിമോചനം തരും, പ്രയാസങ്ങൾ നീക്കിത്തരും. നിങ്ങൾ മക്കയിൽ തന്നെ നിൽക്കണം.
എന്തായി പറയുന്നത്? മക്കയിൽ മുസ്ലിമീങ്ങൾ അപകടത്തിലാണ്, അക്രമത്തിന് വിധേയരാവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൂടെ കൊണ്ടുപോവാൻ ആഗ്രഹമുണ്ട്. 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് മദീനത്തേക്ക് നബിയും സ്വഹാബികളും പോകുമ്പോ ഒരു മുസ്ലിമാണ് ഇവിടെ ബാക്കിയുള്ളത്, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. പക്ഷേ വാക്ക് പാലിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ സ്വന്തം മോനെ അടിക്കാൻ വേണ്ടി തുനിയുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ തങ്ങൾ എന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, ഹബീബിന്റെ മുമ്പിൽ അത്രയും ധീരത കാണിക്കുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു വാളിങ്ങനെ ഊരിപ്പിടിച്ച് അബൂജന്ദലിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നു. എന്തിനെന്നറിയോ? ഈ വാൾ അബൂജന്ദലങ്ങ് വാങ്ങിയിട്ട് വാപ്പയെ കഥ കഴിക്കാൻ. അതാണ് ഉമർ തങ്ങളുടെ ആഗ്രഹം. സ്വന്തം വാപ്പയാണ് ഇവിടെ തടസ്സം നിൽക്കുന്നത്. വാപ്പന്ന മുസ്ലിമാണ്. ഈ വാപ്പ പിന്നീട് മുസ്ലിമാകുന്നു. മക്ക ഫതഹാകുന്ന സമയത്ത് മുസ്ലിമാവുകയും ഹബീബിന്റെ കാലിലെ വെള്ളമെടുത്ത് ചുംബിക്കുകയും ചെയ്ത ഹബീബിനോട് സ്നേഹമുണ്ടായിരുന്ന സ്വഹാബിയായി മാറി. പക്ഷേ അന്ന് മുസ്ലിമല്ല. ഉമർ റളിയല്ലാഹു അൻഹു വാളും കയ്യിൽ പിടിച്ച് അബൂജന്ദൽ എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നബി തങ്ങൾക്ക് മനസ്സിലായി ഉമർ തങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. അബൂജന്ദലിന് അറിയാം ഉമർ തങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, എന്റെ വാള് പിടിച്ചോ, കഥ കഴിച്ചോ നിന്റെ വാപ്പയെ എന്ന് പറയുമ്പോഴാണ് മഹാനായ അബൂജന്ദൽ റളിയല്ലാഹു തആല അൻഹു ഒന്നും ചെയ്യാതെ സ്വന്തം പിതാവിന്റെ കൂടെ മക്കയിലേക്ക് പിതാവ് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും മക്കയിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുമ്പോഴും സ്വന്തം സമൂഹം, അവിടുത്തെ നബിയും അനുയായികളും ഏതൊരു കരാറാണ് ിരിക്കുന്നത്, ആ കരാർ വ്യവസ്ഥ ഒരവസരം കിട്ടിയപ്പോൾ തന്റെ കൂടെയുള്ള സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാളെടുക്കുകയും തന്നെ ആക്രമിക്കാൻ കൊണ്ടുപോകുന്ന ഒരാളിന്റെ തലയെടുക്കുകയും ചെയ്ത അബൂ ബസ്വീർ റളിയല്ലാഹു അൻഹു നേരെ മദീനത്തേക്ക് ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ ഒരാളുടെ തലയെടുത്തു നബിയെ, മറ്റേയാൾ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഔഫല്ലാഹു ദിമ്മതക യാ റസൂലല്ലാഹ്. നബിയെ, അല്ലാഹു തആല അങ്ങയുടെ ഉത്തരവാദിത്വം അവസാനിപ്പിച്ചു. അങ്ങനെ തിരിച്ചയക്കേണ്ടവരാണ്. അങ്ങനെ തിരിച്ചയച്ചു. മദീനയിൽ വന്നപ്പോ എന്നെ മക്കയിലേക്ക് തിരിച്ചയച്ചു. പക്ഷേ ലഖദ് റദത്തനി ഫലഖദ് റദത്തനി ഇലൈഹിം സുമ്മ നജ്ജാനി അല്ലാഹു മിൻഹും. നിങ്ങൾ എന്നെ തിരിച്ചയക്കുകയും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ മദീനയിൽ നിന്നോട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അബൂ ബസ്വീറേ, നമ്മളും അവിശ്വാസികളും തമ്മിൽ കരാറിലാണ്. കരാറിന്റെ വാക്ക് പാലിക്കൽ നമുക്ക് ബാധ്യതയാണ്. നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമായിട്ടാ കരാറ്? മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായിട്ട്. ആ മുസ്ലിമീങ്ങളുമായുള്ള കരാറാണ് മദീനയിലേക്ക് ആര് വന്നാലും അവരെ മക്കയിലേക്ക് തിരിച്ചയക്കണമെന്ന്. ആ കരാറ് പാലിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ബസ്വീർ എന്നവരെ കണ്ടപ്പോ മുത്തുനബി പറഞ്ഞു, വൈലു ഉമ്മി ലൗ കാന മഅഹു റിജാൽ മുസഇറു ഹർബ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. മുസഇറു ഹർബിൻ, അബൂ ബസ്വീർ യുദ്ധമുണ്ടാക്കുന്ന ആളാണ്. അബൂ ബസ്വീർ ഒരു യുദ്ധം ആളിപ്പടർത്താൻ കഴിവുള്ള ആളാണ്. ലൗ കാന മഅഹു റിജാൽ, കുറച്ചാളുകളെ കൂടെ കിട്ടുകയാണെങ്കിൽ അബൂ ബസ്വീർ ഒരു യുദ്ധം തന്നെ നയിക്കാൻ കെൽപ്പുള്ള യോഗ്യനാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന് സ്വീകരിക്കാൻ പറ്റിയില്ല. അബൂ ബസ്വീറിനെ തിരിച്ചയച്ചു. മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. മക്കയിലേക്ക് പോകുമ്പോ ജിദ്ദയുടെ അടുത്ത് സൈഫുൽ ബഹർ എന്നൊരു പ്രദേശമുണ്ട്. സൈഫുൽ ബഹറിൽ തമ്പടിച്ചു അബൂ ബസ്വീർ എന്നവരെ. മക്കയിലേക്ക് പോയില്ല. ആ വഴിയിലൂടെ കടന്നു പോകുന്ന സർവ്വ ഖുറൈശി കച്ചവട യാത്രക്കാരെയും അവരെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. അവരെ കടന്നാക്രമിക്കാൻ തുടങ്ങി അബൂ ബസ്വീർ എന്നവരെ. അപ്പോഴാണ് ഗത്യന്തരമില്ലാതെ മദീനയിലേക്ക് വന്നുകൊണ്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബൂ ബസ്വീറിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നേക്കൂ മദീനയിലേക്ക്. ഞങ്ങൾക്ക് അയാൾ ശല്യമാണ്. ഞങ്ങൾക്ക് അയാളെ കൊണ്ട് കച്ചവട സംഘവുമായി യാത്ര പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അബൂ ബസ്വീറിനെ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോരണം എന്ന് മദീനയിൽ ഖുറൈശികൾ ചെന്ന് നബിയോട് അപേക്ഷ പറയുന്നു. ആ അപേക്ഷ സ്വീകരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കത്തയച്ചു കൊടുത്തു അബൂ ബസ്വീറിന്.
കത്ത് കിട്ടുമ്പോൾ രോഗശയ്യയിലായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിക്കുന്നു. മഹാനായ സ്വഹാബി അബൂ ബസ്വീർ റളിയല്ലാഹു അൻഹുവിനെ അവരും അബൂജന്തൽ എന്നവരും ഒരുമിച്ച് ചേർന്നാണ് ഒരു സംഘം ആളുകൾ ഇസ്ലാമിന്റെ ശക്തിയായി മാറുന്നത്. ത്യാഗം ചെയ്ത്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത്, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അകന്ന് വിശ്വാസത്തിന്റെ പേരിൽ കടുത്ത ത്യാഗം ചെയ്ത ഈ സ്വഹാബികളെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്. എന്റെ കൂടെ അബൂ ഉബൈദയെ പോലത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ വീട് നിറയെ ഉണ്ടായിരുന്നുവെങ്കിൽ അസ്തഅമിലുഹും ലിതഅത്തില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ അവരെ ഉപയോഗിച്ചേനെ എന്ന്. അത്തരം ചെറുപ്പക്കാർ ഹബീബിന്റെ മുമ്പിലുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മുഅ്താ യുദ്ധത്തിൽ 3 സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാക്കന്മാരായി നിയോഗിക്കുകയും അതിൽ നിന്ന് അവസാനത്തെ 3ാമത്തെ സ്വഹാബിയും ജഅഫർ തങ്ങൾ അടക്കമുള്ള ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഷഹീദാവുകയും ചെയ്തപ്പോ നേതൃത്വം ഏറ്റെടുത്ത് മുസ്ലിം ഉമ്മത്തിനെ വിജയത്തിന്റെ കരയിലേക്ക് കൊണ്ടുപോയ ധീരനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സ്വഹാബികളിൽ ഹബീബിന്റെ കൂടെ ത്യാഗം ചെയ്തവരിലുണ്ട്. മുഅ്താ യുദ്ധം നടക്കുമ്പോൾ തന്നെ, ഖാദിസിയ യുദ്ധം നടക്കുമ്പോ മുസ്ലിമീങ്ങളിൽ ഒരു സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ, ഖാദിസിയ യുദ്ധത്തിൽ ആനകൾ അണിനിരന്ന യുദ്ധമായിരുന്നു അത്. അറബികൾക്ക് ആനകളെ കണ്ട് പരിചയമില്ല. അറബികളുടെ കുതിരകളോ അല്ലെങ്കിൽ ഒട്ടകങ്ങളോ ആനകളെ കണ്ടാൽ പേടിച്ചോടും. ആ സമയത്താണ് സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി ഒരു ആനയുടെ രൂപം കളിമണ്ണുണ്ടാക്കി, ആനയുടെ രൂപമുണ്ടാക്കി കളിമണ്ണുകൊണ്ട്, ഭീമാകാരമായ ആനയുടെ ശരീരം കളിമണ്ണ് കൊണ്ടുണ്ടാക്കുകയും തന്റെ കുതിരയെ അതിന്റെ മുമ്പിലൂടെ കൊണ്ടുപോയി കുതിരക്ക് ആനയെ പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഖാദിസിയയിലേക്ക് വന്ന ഒരു സ്വഹാബിയുണ്ട്. അവരെ കണ്ടപ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ആനയുടെ മുമ്പിലേക്ക് കുതിരയുമായി ചെന്നാൽ അറബി കുതിരകൾ ആനകളെ കണ്ട് പേടിച്ചോടുമല്ലോ. അതുകൊണ്ട് ഇന്നഹു ഖാതിലുക, നിങ്ങൾക്കിത് മരണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ ഭീരുത്വത്തിലേക്ക് ക്ഷണിച്ചപ്പോ, പേടിപ്പിച്ചപ്പോ, ലാ ളൈറ ഇന്നുഖ്തൽ വയഫ്തഹില്ലാഹു അലൽ മുസ്ലിമീൻ, എന്റെ കുതിരക്ക് ആനയെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ഞാൻ വധിക്കപ്പെടുകയാണെങ്കിൽ, അത് കാരണം മുസ്ലിമീങ്ങൾക്ക് എനിക്ക് പിറകിൽ വിജയമുണ്ടാവുകയാണെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുകയും ഖാദിസിയ യുദ്ധത്തെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത കളിമണ്ണുകൊണ്ട് ആനയെ ഉണ്ടാക്കി യുദ്ധത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത തന്റെ കുതിരയെ പരിശീലിപ്പിച്ച സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടവുമായി മുന്നോട്ട് വരുന്നു. അലൈക്കും ബിസ്സൂഖ്, മദീനയിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചില ആളുകൾ കച്ചവടത്തിന് പോകണം. മദീനയിൽ വന്നപ്പോ നബി തങ്ങൾ ചെയ്ത 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലാ തദഉഹാ ലിൽ യഹൂദ്, നിങ്ങൾ അങ്ങാടികൾ ജൂതന്മാർക്ക് വിട്ടുകൊടുക്കരുത്, നിങ്ങൾ കച്ചവടം ചെയ്യണം. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹം കയ്യിൽ കൊണ്ടുവന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 4 ദിർഹം കൊണ്ട് ഞാൻ എന്ത് കച്ചവടം ചെയ്യാനാണ്? എന്ത് കച്ചവടം നബിയെ 4 ദിർഹം കൊണ്ട്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈ അങ്ങ് നീട്ടിക്കെ. ആ കൈ നീട്ടിയിട്ട് ഹബീബായ നബി തങ്ങൾ അതിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദിഹി, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അവരുടെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. اللهم بارك لعبد الرحمن بن عوف في صفقة يده, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ. അങ്ങനെ കച്ചവടം ചെയ്യാൻ പഠിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവര്. എന്തിന്? സമൂഹത്തിന് ഭാരമാവരുത്, ദാരിദ്ര്യം കൊണ്ട് നടക്കരുത്, ജനങ്ങൾക്ക് ഭാരമാവരുത് എന്ന് വിചാരിച്ച് സ്വഹാബികളിൽ ഒരു വിഭാഗം കച്ചവടത്തിന്റെ വഴിയിലേക്ക് പോകുന്നു. അതിലുണ്ട് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടുന്നു. സ്വഹാബത്തിന്റെ കൽബുകളിൽ കിടക്കുന്നത് പലകകളിൽ, എല്ലുകളിൽ, തോൽ കഷ്ണങ്ങളിൽ എഴുതപ്പെട്ട ഖുർആൻ ഒരു ഗ്രന്ഥമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം രൂപപ്പെടുത്തുമ്പോൾ ഉസ്മാൻ തങ്ങൾ
അത് രേഖപ്പെടുത്തുമ്പോ, ഖുർആൻ ജംഅ് ചെയ്യുമ്പോ, ഖുർആൻ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കുമ്പോ അതിന് നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പോകുന്ന മുതഅല്ലിമാൻ. അവരിലുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിക്കാൻ പോകുന്നു. എല്ലാവരെയും ഹദീസ് എഴുതി വെക്കാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഹദീസും ഖുർആനും മിക്സായി പോകുമോ എന്ന് പേടിച്ചിട്ട് ഒരു വിഭാഗം കച്ചവടത്തിന്, ഒരു വിഭാഗം ഖുർആൻ ഹിഫ്ള് പഠിക്കാൻ പോകുന്നു, വേറെ ഒരു വിഭാഗം ഹദീസ് രേഖപ്പെടുത്തുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലൂടെ നടക്കും, യുസല്ലിമു അലന്നാസ്, കാണുന്നവരോടൊക്കെ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ജനങ്ങളോട് സലാം പറയുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് വഅദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരിലുണ്ട് സൽമാൻ എന്നവർ, അവരിലുണ്ട് അബൂദർദ റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും ഡിസ്കഷൻ ഒരു രാത്രി കൂടിയിരിക്കുമ്പോൾ രണ്ടാളും ചർച്ച ചെയ്യുന്നത് ഹൗല ഖിയാമിൽ ലൈൽ, രാത്രിയിലെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്, സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതയെക്കുറിച്ചാണ് സംബന്ധിച്ചാണ് ആ രണ്ട് കൂട്ടുകാരുടെ സംഭാഷണം. ഇങ്ങനെ തുടങ്ങി ബഹുമുഖമായ ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്ന നല്ല ഒരു സമൂഹമാണ് ഹബീബായ നബി തങ്ങളുടെ മുമ്പിലുള്ളത്. നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു, ചിലപ്പോ ഒരു പക്ഷേ നമ്മൾ കൊതിച്ചു പോയേക്കും. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബിമാരൊക്കെ ജീവിച്ചു പോയില്ലേ, അവരെ പോലെയൊക്കെ നമുക്കുമെന്ന് ആവാൻ കഴിഞ്ഞെങ്കിലെന്ത്. മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോഴാണ് ഒരാൾ പറഞ്ഞത് തൂബാ ലിഹാതൈനിൽ ഐനൈനിൽ ലതൈനി റഅതാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ രണ്ട് കണ്ണുകളെ, നിങ്ങളുടെ സൗഭാഗ്യം എത്രയാണ്. തൂബാ ലിഐനൈനിൽ ലതൈനി റഅതാ റസൂലല്ലാഹ്. സ്വഹാബിയായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ നേരക്കേറെ കാണുമ്പോ നബി തങ്ങളെ കണ്ടു പരിചയപ്പെട്ടിട്ടില്ലാത്ത, ഹബീബിനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത താബിഈങ്ങളിൽ ചില ആളുകൾ ചോദിച്ചു, മിഖ്ദാദേ, നിങ്ങളുടെ കണ്ണുകൾക്ക് കിട്ടിയ വല്ലാത്തൊരു ഭാഗ്യമേ എന്ന്. നമ്മൾ കൊതിക്കൂലേ ചിലപ്പോ, നബിയുടെ ആ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ. ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ കണ്ണുകൾക്ക് കിട്ടിയ ഭാഗ്യമേ. മിഖ്ദാദ് എന്നവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മാ യഹ്മിലു അഹദുക്കും, നിങ്ങൾ എന്തിനാണ് അയ്യതമന്നാ മഹ്ളറൻ ഗയ്യബഹു അല്ലാഹു അൻ, അല്ലാഹു നിങ്ങൾക്ക് വെച്ചിട്ടില്ലാത്തൊരവസരം, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ലാത്തൊരവസരം നഷ്ടപ്പെട്ടു പോയതിന് എന്തിനാ നിങ്ങൾ കൊതിക്കുന്നത്, എന്തിനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലാ യദ്രി ലൗ ഷഹിദഹു കൈഫ യകൂനു ഫീഹി, ഞങ്ങൾ ജീവിച്ചുപോയ ആ കാലം അവർക്കറിയുമോ എങ്ങനെയായിരിക്കും നിങ്ങളുണ്ടാവുകയെങ്കിൽ, ഞങ്ങളുണ്ടായ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ, ഞങ്ങളുണ്ടായിരുന്ന സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോ നിങ്ങളെ കൊണ്ടത് സാധ്യമായിരുന്നോ? നിങ്ങൾ ജനിച്ചപ്പോ വീട്ടുകാരൊക്കെ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങളുടെ കാലം അങ്ങനെയാണോ? എന്നാൽ മക്കളാരും മുസ്ലിമീങ്ങളല്ല, ഉമ്മ മുസ്ലിമത്തല്ല, അല്ലെങ്കിൽ ഉമ്മ മുസ്ലിമത്താണ്, കൂടെയുള്ള മറ്റാരും മുസ്ലിമീങ്ങളല്ല. ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഇസ്ലാമിലേക്ക് വരാതെ ഒരാളൊറ്റക്ക് മാത്രം മുസ്ലിമായി ജീവിച്ച വീടുകളായിരുന്നു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോഴെന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കതൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ജനിക്കുമ്പോ എല്ലാവരും ഒരുമിച്ചല്ലേ, സന്തോഷമല്ലേ? മിഖ്ദാദ് തങ്ങൾ ഓർക്കുകയാണ്, സ്വഹാബിമാർ കരയുമായിരുന്നു. അവർക്ക് സ്വർഗമാണെങ്കിൽ തന്നെയും തന്റെ കൂടപ്പിറപ്പീങ്ങളായ ആളുകൾ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് അവർക്ക് ഉറപ്പായിരുന്നു, വിശ്വസിക്കാത്തതിന്റെ പേരിൽ. അതൊന്നും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്തുതിച്ചൂടെ? നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരല്ലേ എന്ന് മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. നമുക്ക് ചിലപ്പോൾ കൊതി തോന്നും, ഒരു പക്ഷേ ഹബീബിന്റെ ആ കാലഘട്ടം നമ്മളും ആയിരുന്നെങ്കിൽ കൊതിക്കാം. പക്ഷേ സ്വഹാബത്ത് ചെയ്ത പോലെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്ന് ഒരു വീണ്ടും വിചാരം. എങ്ങനെയാണ് സ്വഹാബികൾക്ക് ഹബീബിന്റെ കൂടെ നിന്ന് ഈ ത്യാഗം ചെയ്യാൻ കഴിഞ്ഞത്? അതിന്റെ ഏറ്റവും പ്രകടമായ അടയാളം അവരുടെ മുമ്പിലുണ്ടായിരുന്നത് ഏറ്റവും വലിയ ഓപ്റ്റിമിസം. 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 അവരുടെ മുമ്
പ്രതീക്ഷയാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഇജാബിയ, പോസിറ്റിവിറ്റി. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രതീക്ഷയിൽ ജീവിച്ച ആളുകളാണ് സ്വഹാബികൾ. എങ്ങനെ പ്രതീക്ഷ? അള്ളാഹു ജയിപ്പിക്കും, അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു ചാല ഉമ്മത്തിനൊരു കരയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ.